അധികം വർത്താനം പറയണ്ടുണ്ണി, നോക്കി നടക്ക്, ശ്രദ്ധിച്ച് നടക്ക്. കാരണം എന്താ അറിയൂ, ചെറിയൊരു അനക്കം കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അനക്കം വെച്ചാൽ ബാക്കിലേക്ക് ഓടുക, ബാക്കിൽ അനക്കം വെച്ചാൽ ഫ്രണ്ടിലേക്ക് ഓടുക, രണ്ടു ഭാഗത്താന്ന് വെച്ചാൽ മേപ്പട്ടേക്ക് ചാടുക. ശോ, ഇത് ഭയങ്കര സീനാണല്ലോ പുല്ലി. കഴിഞ്ഞ ദിവസം എങ്ങനെ പോയായിരുന്നു ഇതിൽ കൂടെ? ഇവിടെയാണ് അടുത്തൊരു സ്പോട്ട് ഉള്ളത്. ഇത് കിട്ടാതെ ഇവിടെ സാധാ ചൂണ്ടായിരിക്കുന്നുണ്ട്. അത് നൂലുമ കൊള്ളണ്ടാട്ടാ കാല്. ഇവിടെ എന്നിട്ടേ ഇവിടെ ഹെവി സ്പോട്ട് ഉണ്ട്. ഇവിടെ ഞാൻ ആദ്യം എറിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഓ, ഇതാണ് ഹെവി ടാസ്ക്. ചെരുപ്പ് ഊരുക, അതെ കയ്യില് പിടിക്കുക. ഇതിന്റെ ഫ്രണ്ടിൽ ഇടുക ചെരുപ്പ്, ഇട്ടാ മതി. ചിലപ്പോ ഇതിന്റെ വെയിറ്റ് ഉണ്ട്. ഇവിടെ വരാനുണ്ടാ, ഇവിടെ നിന്ന് ചാടി പോയിട്ട് എന്താ അമ്മച്ചി വെള്ളം കൂടിയ പോലെ തോന്നുന്നു. വെള്ളം അറിയില്ലേ അമ്മേ? നിക്കട്ടാ ഒരു മിനിറ്റ്. പാമ്പൊന്നും ഇല്ലടാ. നീ കേറുമ്പോ തന്നെ പാമ്പിന്റെ കാര്യം പറയണ എന്താടാ? ചെരുപ്പ് ഇങ്ങോട്ട് ഇട്. ആ ഓർത്തങ്ങോട്ട് കണ്ടു. പുല്ലില് നടക്കുമ്പോഴല്ലോ ചെരുപ്പിട്. പുല്ലില് നിൽക്കും, ചെരുപ്പിട്. നീ സൈലന്റ് ആയി നിന്നിട്ട് നോക്കിയാൽ ഈ താമരയൊക്കെ കാണില്ലേ, ഈ താമര മുട്ട് പൊന്തിക്കണത്, അതിന്റെ ഇടയിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട് എറി. നീ എറിഞ്ഞോ തൊട്ടടുത്ത് വരെ വരലുണ്ട് അവിടെ ഈ സൈഡുകളിൽ. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നിട്ട് ആ സൈഡിലേക്ക് എറി. ആ നേരെ എറിയുന്ന രണ്ടുപേരും മാറി നിൽക്കും. ഒരു ചെറിയ ഗ്യാപ്പ് ഇട്, അല്ലെങ്കിൽ തമ്മിൽ ഇടിക്കാവും. മൊത്തം കാറ്റുമോളം. അയ്യ, സഞ്ചി എടുക്കാൻ മറന്നു. പണിയായില്ല ഇപ്പോൾ. അപ്പുറത്തേക്ക് കിടക്കണം, സഞ്ചി എടുക്കാൻ മറന്നില്ല നമ്മള്. കുഴപ്പമില്ല, സെറ്റാക്കാന്നേ. ആദ്യം വരാലടിക്കട്ടെ. ഇവിടെ മൊത്തം ഓളാണ്, കാറ്റ് കാരണേ. അത് ഇവിടെ അടിക്കാൻ എന്തത് അങ്ങനൊരു ആക്ഷൻ ഇവിടെ. ഇവിടെ അടിക്കാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നുണ്ട്. ഏത് മയത്തിനെ? അങ്ങനെ തോന്നുന്നില്ല, എന്നാലും നീ പറഞ്ഞപ്പോ ചെറിയൊരു ചായയൊക്കെ തോന്നുന്നുണ്ട്. ഇതെന്താ പ്രശ്നം അറിയപ്പോ, ഈ ഓളുള്ളപ്പോ ഫ്രോഗിനെ പെട്ടെന്ന് വരാലിനെ അറിയാൻ പറ്റില്ല ഫ്രോഗ് പോണത്. അപ്പോൾ ഇത് വർക്കാവില്ല എന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഫിഷിങ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കാറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വാരാം. കുറച്ചേരം എറിഞ്ഞു നോക്കുക തന്നെ, എന്നിട്ട് നോക്കാം എന്നിട്ടുണ്ടാവണേ. നിങ്ങൾ ഈ പാമ്പിനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരിട്ടത്. അതിവിടെയൊക്കെ ഉണ്ടിട്ട് സാധനം, പക്ഷെ എന്താ ചെയ്യുക, അടിക്കില്ല. എന്തൊക്കെയോ മീനൊക്കെ പൊളച്ചിട്ട് പോണ്ട്. ഈ സൈഡിലൊക്കെ വരാലിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാവുന്നേ, ഈ സൈഡുകളിലേ. അതിനോട് ഇവിടെ എറിഞ്ഞോളാൻ പറഞ്ഞ. അയ്യ, എൻ്റെ സൈഡിൽ പോയി. അയ്യോ, അവിടെയല്ലേ പാമ്പിനെ കണ്ട നമ്മള്. അതാ ഒരു വരാലിൻ്റെ ഇതിൻ്റെ പിന്നാലെ വന്നു, ചെറുത് ഫ്രോഗിൻ്റെ പിന്നാലെ. ഹാപ്പി. അപ്പം അടിക്കും മീനുകളേ, അടിക്കും. പിടിച്ചവനെ. ഇല്ല, കയ്യിലുണ്ട്. ഗൈസ്, നമുക്ക് കിട്ടിയ ഒരു കുഞ്ഞൻ വരാലിട്ടാ. ഇവനാണ് വന്നടിച്ചത്. എന്താ കുഞ്ഞൊരു വരാല്. രണ്ടാമത്തെ വട്ടം അടിച്ച് കയറിയതാ. ചോര നിറച്ച് പെയ്യുന്നുണ്ട്. എന്തായാലും ചാവള, കാരണം റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. ഞാൻ പിടിക്കാം. ചാട്ടോടെ ഇട്ടോ, ഞാൻ നോക്കാം. ഇത് ചാടി പോവാനല്ലേ? അനങ്ങാണ്ട് ചവിട്ടി പൊളിക്കല്ലത്. ഞാൻ കവർ എടുത്തിട്ട് വരാം. അപ്പൊ ഇതിനും കൊണ്ട് അപ്പുറത്തേക്ക് പോവാനാ? ഇത് പുല്ല് വെച്ച് മൂടിയാ മതി. അതാണ് ഇവിടെ ഞാൻ നോക്കാന്ന്.
കവറ് പോയി എടുത്തിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. ഓ ഫ്രോഗ് കളയല്ലേ കേട്ടാ, ആകെ ഒരു ഫ്രോഗ് ഉള്ളോ. ഞാൻ അറ്റം പോയിട്ട് വലിയ മീൻ പിടിക്കാൻ നിൽക്കണതാണ്. പയ്യെടുക്ക്, ഞാൻ അപ്പോൾ വരാം. കവറ് മറന്നുകൊണ്ട് നമ്മളിത് തിരിച്ച് നടക്കുകയാണ് ഗൈസ്. ആ അത് കറക്റ്റാക്ക്. അതങ്ങനെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെയാവും. കാറ്റ് നിന്നപ്പോഴാണ് അടി തുടങ്ങിയതിട്ടാ. ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. കവറൊക്കെ കൊണ്ട് പോവുകയാണ്. നമുക്കൊരു കുഞ്ഞ് വരാലിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമ്മളവനെ കവറിലൊക്കെ കിട്ടി വെള്ളത്തിൽ മുക്കി വയ്ക്കും. അപ്പോൾ ചാവില്ല. അത് നമ്മുടെ ടാങ്കിലിടാൻ ഒരു വരാൽ കുട്ടിയായല്ലോ. നല്ല സ്പോട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ കണ്ടത്തിലാണ് കാശിന്. ഇപ്പോൾ ഈ കാറ്റൊന്നും നിന്ന് കഴിഞ്ഞാൽ നല്ല നല്ല സ്ട്രൈക്കുകൾ കിട്ടും. ഇപ്പോൾ ഈ കാറ്റായതുകൊണ്ടാണ് ഇപ്പോൾ അധികം സ്ട്രൈക്കൊന്നും കിട്ടാത്തത്. ഓളത്തിലാവുമ്പോഴേ കുറച്ചുകൂടി സ്പീഡിൽ വലിച്ചാൽ മതി. കാരണം എന്താ അറിയൂ, ഓളം കാരണം മീനുകൾക്ക് മനസ്സിലാവില്ല നമ്മൾ ഫ്രോഗ് ഇട്ട് വലിക്കണത്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ വലിക്കുക. സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്ന്. അപ്പം ചിലപ്പോൾ അടിക്കും. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. അവിടെ ഉണ്ട് രക്ഷപ്പെട്ടില്ല. അയ്യോ ചത്ത്. അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല ചേട്ടാ. അപ്പനെ എടുത്തില്ലേ ഇടണ്ട കേട്ടോ. നല്ല ഭാഗ്യം ഇപ്പൊ 2-3 ദിവസമായിട്ട് കറക്റ്റായിട്ട് വലിച്ചാൽ മതി. എപ്പോഴും വലിക്കുക. പിന്നെ അവൻ അടിക്കാണ്ടായത് കണ്ടാ, അവ തൊട്ടടുത്ത് വന്നിട്ട് പിന്നെ സ്റ്റക്കായി അവൻ. അപ്പം നമ്മളും ഫ്രോഗ് സ്റ്റക്കാക്കി കൊടുത്തവന്. നീ സൗകര്യപ്രകാരം പിടിച്ചറാ എന്നുള്ള മട്ടിൽ. അപ്പോഴാണ് അവന് സൗകര്യമായപ്പോൾ അവൻ അടിച്ചത്. ഡാ ഉണ്ടാണ്ടിക്കടാ, പാമ്പിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തണ്ടാ. ആ കുറച്ചുകൂടി അപ്പുറത്തേക്ക് നടന്നിട്ട് കാശി നോക്കാട്ടെ നമുക്ക്. പാമ്പ് സ്വപ്നം കാണും രാത്രി കണ്ടു കഴിഞ്ഞാൽ, അതാണ് പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം കാണുമ്പോൾ പേടിയൊന്നാവില്ല. പക്ഷെ രാത്രി വരുമ്പോൾ ഇവൻ എങ്ങനെയൊന്നല്ല വരി, ഭയങ്കര ഇമാജിനേഷനാ. ഇവൻ്റെ വലിപ്പം അങ്ങോട്ട് കൂടും. പല്ല് 32 ഉണ്ടാവും ചിലപ്പോൾ. രണ്ടതിന് പകരം വൻ സീനാണ്. എന്ത് പല്ലാണോ? അല്ല, നമ്മൾ സ്വപ്നത്തിൽ കാണുമ്പോഴേ, അതായത് ഞാൻ പറയുന്ന ഡയലോഗിലല്ല കാര്യം, നമ്മളെ പേടിപ്പെടുത്തുന്ന രൂപമായി മാറുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും പേടിക്കും, ഐസാവും സ്വപ്നത്തിൽ. കുറച്ച് നടക്കാഞ്ഞി. ഓ ബുദ്ധി ബുദ്ധി. സഞ്ചി എടുത്തുണ്ട്. എന്നിട്ട് വേണം പാൻറ്റിടെ കൂലി പോവാൻ. ഞാൻ എന്നിട്ട് ഇവിടെ പാൻറ്റിലാണ്ട് നടക്കുന്നത് കാണില്ല. പാൻറ്റ് ലൂസാണെന്ന് വെച്ചാൽ ഇപ്പം നനഞ്ഞാരണേ, ഫുള്ള് വെയിറ്റ് അല്ലേ, ജീൻസ് അല്ലേ. ആ ഞാൻ അങ്ങോട്ട് നടക്കാം, അങ്ങോട്ട് നടക്കണം. നീ നടക്കണ്ടെങ്കിൽ നടക്കാല്ലേ, ഞാൻ നടക്കാനാ. പാമ്പേ പോ, പാമ്പേ പോ. ഹു ഹു ചീച്ചി. എന്നും ഉവ്വാ അതെവിടെ നടക്കണ് ഇവിടെ? പാമ്പിന് ചെവിയില്ല, പാമ്പിന് ചെവിയില്ല. ആ മീനല്ലേ, മീൻ പോവെന്നറിയില്ല.
ഒരു മിനിറ്റ് ഇട്ടാ എൻ്റെ ഫ്രോഗ് ഉടക്കി ഇതിന്റെ ഇടയിലൊക്കെ പഠിച്ചു ഇഷ്ടം പോലെ കിട്ടൂല. അടിക്കണില്ലല്ലോ. ഞാൻ ഇവിടെ കാശ് ചെയ്യുമ്പോൾ മൊത്തം ഞാൻ ഇത് ഇടയ്ക്ക് കിടന്ന് എറിയും ചാലിലേക്ക്, പക്ഷെ അടിക്കണില്ല. നമ്മളെ ഉയരങ്ങളിലേക്ക് പോവാണല്ലോ മക്കളെ. ഓ എന്തിട്ടത് കാടപ്പക്ഷിയാ. ഒരു മിനിറ്റ് ഇട്ടാ അത് ഈ വളവിലൊന്ന് നിങ്ങൾ അങ്ങോട്ട് ഒന്ന് കാസ്റ്റ് ചെയ്തോ, ഞാൻ ഇവിടെ നിന്ന് എറിയുന്നോട്ടെ. എറിഞ്ഞോട്ടോ ഇവിടെ നിന്നിട്ട് അടി തുടങ്ങും. ഈ കാറ്റാണ് ഇപ്പോൾ നമ്മുടെ ആകുട്ടിയുള്ള പ്രശ്നം. ഇതങ്ങോട്ട് തീർന്നാണല്ലോ പിന്നെ അടിയുടെ പെരുന്നാളായിരിക്കും. ലോങ് എറിയുക, പതുക്കെ വലിക്കുക, അത് കുഴപ്പമില്ല. നീ എറിഞ്ഞോ? ക്രോസ് ആയിട്ടുണ്ട്. നിക്ക് ഞാൻ അടി കൂടെ എടുത്താൽ മതി. അത് ആ കിട്ടൂടാ, ഒരു പേടിയും വേണ്ട, എന്തായാലും അടിക്കും. ഈ ഒരു കാറ്റൊന്ന് മാറി കിട്ടി കഴിഞ്ഞാണല്ലോ പടക്കം പൊട്ടണ പോലെ അടികൾ കിട്ടും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കരുത് കേട്ടാ. കാലച്ചൊക്കെ പതുക്കെ നമ്മൾ പൂച്ചയുടെ പോലെ പമ്മി വേണം പോവാൻ. കാരണം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വരാൽ പോവും, പിന്നെ അടിക്കില്ല. ഇവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ട് ആ സൈഡിലേക്ക് എറിയുക. ഇതിൻ്റെ ഇടയിൽ ഫുള്ള് വരാലാണ്. ഈ താമരയുടെ ഇലയുടെ മൊത്തം വരാലാ. സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെയും പോവും, പിന്നെ അടിക്കില്ല കേട്ടാ. ഈ സൈഡിലൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ടാവും. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈ സൈഡിലത്തെ എറിഞ്ഞ് നോക്കാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് പോകുന്നു, മനസ്സിലായ? ഈ സൈഡ് ഇങ്ങനെ എറിയുക ആദ്യം. എറിഞ്ഞിട്ട് ഈ സൈഡിലുള്ളത് ആദ്യം അടിക്കണമെങ്കിൽ അടിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സൈഡിലുള്ളത് ആദ്യം പോവും. ഇനി സ്ലോ മതിയിട്ടാ കണ്ട, ഇവിടെ നിന്ന് ഓളല്ലേ കണ്ടത്. സ്ലോ അകലേക്ക് എറിയുക, സ്ലോവിൽ വലിക്കുക. അവിടെ പൊളഞ്ഞു. ഈ ആക്ഷൻ നോക്ക്, മീനുകൾ കുമ്പള വിടണ ആക്ഷല്ലേ, അത് നോക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ പതുക്കെ വലിക്കുക, ആട്ടി പതുക്കെ വലിക്കുക. നല്ലൊരു വരാറുണ്ട് ഇവിടെ. പയ്യെ കണ്ട, ഭയങ്കര പയ്യാണ് വലിക്കണേ. നല്ല കാറ്റായി ഇപ്പോൾ. കൈമീൻ കുത്തി നാശം പിടിക്കാൻ. ഓക്കെ ഓ ഇന്നത്തെ കാശിങ്ങിനെ കുറിച്ച് ഇതാണ് അവസ്ഥ. ഇതാണ് കണ്ടില്ലേ, മാസം ഏറെന്ന് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ കൊളത്തി പിടിച്ച് ഇങ്ങനെ വേസ്റ്റായി പോയി. ഒയ്യോ, ലോങ് പോയി, അപാര ലോങ്. അവിടെ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കയറ്റാനുള്ള പാടാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇവിടെ നിന്ന് അടിച്ച് അവിടെ കുടുങ്ങിയില്ലോ. ഫ്രോഗ് പോന്നു കിട്ടും. ഫ്രോഗ് പോയാൽ കളി മാറി. പിന്നെ നിങ്ങളുടെ ഫ്രോഗ് തട്ടി പറിക്കണ്ടേ ഞാൻ? ഏയ് അങ്ങനെ പറയരുത്. ലോങ് പോകണമെന്നല്ല ഞാൻ പറഞ്ഞില്ലേ. ഈ താമരയില്ലേ ഇതുപോലത്തെ ഈ കൂട്ടത്തിനിടെ എനിക്ക് അടിച്ചത്. നീ ആ താമര കൂട്ടത്തിൻ്റെ ഇടയിൽ കയറണേ, നിനക്ക് അടിക്കും ഉറപ്പാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, തമാശയില്ല. ഈ താമരക്കൂട്ടത്തിൻ്റെ സൈഡിൽ കയറി, അതായത് ഈ തുറ സൈസല്ലേ താമരക്കൂട്ടത്തിൻ്റെ ഇടയിൽ. നിന്റെ ഡയറക്ഷനിൽ ഈ താമരക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഡയറക്ഷൻ വെളിവായിട്ട് കിടക്കണണ്ട, അത് ഈ കയറി കഴിവ് കാണട്ടെ. ഇനി പതുക്കെ വലിക്ക്, പതുക്കെ എനിക്ക് വലിക്ക്. ചെറിയ എനക്കം കൊടുത്തോ, അറിയാത്തവരൊക്കെ അറിഞ്ഞോട്ടെ. ഞാൻ വരുന്നുണ്ടായിക്കൂടെ ഫ്രോഗ്. ഞാൻ ഇവിടെ നിന്നാണ് ആ വലുതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ കറക്റ്റ് ഈ ഗ്യാപ്പിൽ നിന്ന് അടിച്ചേ. ആ സമയത്ത് അവിടെ ഒരെണ്ണം വലുത് അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനെ കിട്ടുമെന്ന് അറിയില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യല്ലടാ, ഞാൻ ചെയ്യണത് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ചെയ്താൽ മതി. കണ്ട, അപ്പം ഞാൻ ഇതിങ്ങനെ സൗമ്യമായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വലിക്കുമ്പോൾ അവന്മാർക്ക് ഇളകും. ആരുടെ എൻ്റെ അതിർത്തിയിൽ കയറി കളിക്കണേ, നിന്നെ പണിതിട്ടുള്ള കാര്യം കൊണ്ട് അവൻ കയറി പണിയും. അപ്പം നമ്മൾ അവനെ പൊക്കിയെടുക്കും, എന്നിട്ട് സഞ്ചിയിലിടും. അതെ,
ഇതാണ് ഏറ് കണ്ട. ആ പയ്യെ അങ്ങനെ വലിക്കുക. ഏയ് അങ്ങനെയല്ല. അതെ ഇതിൽ കൂടെ വരണ്ട. ഈ താമരയുടെ ഇടയിൽ നിൽക്കണ്ടാവും വീറ്റുങ്ങൾ. ഈ താമരയുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചു നേരം ഫസ്റ്റത്തെ കാസിൽ മീനടിക്കില്ല. കാരണം കുറച്ചു നേരം എറിയുമ്പോഴാണ് അവർ അഗ്രസീവ് ആവുക. വരാലിൻ്റെ പ്രത്യേകത അവർക്ക് ദേഷ്യം വരും. കുറേ നേരമായിട്ട് അവൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ ഓടി കളിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരും. ഇതേ കണ്ട ആക്ടിവിറ്റി കണ്ട. അത് അവിടെ മറയണു. അവൻ വലിച്ചതാണോ? എടാ പറ്റിക്കലടാ. യൂട്യൂബ് ചാനൽ കാണാറുണ്ടോന്നാ? ഓ ഇഷ്ടം പോലെ. അല്ല ഇന്ന ആളുടെ കാണുന്നില്ല. ഞാൻ ഫിഷിങ്ങിന് കൂടുതൽ കാണുക. കൂടുതലും മറ്റേ ഫിഷിംഗ് വ്ളോഗ്സ് മലയാളം എന്ന് പറഞ്ഞ ചാനൽ. ആ ചാനൽ ഭയങ്കര ഹെവി ഫിഷിങ്. അത് ആ ഇവനത് മനസ്സിലായില്ല. ഞാൻ തന്നെ ഇരുന്ന് കാണണം, വേറെ ആരും കാണാനില്ലല്ലോ. അതൊന്നും കാര്യമില്ല. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാര്യമില്ല. ഫുൾ വീഡിയോ കാണുന്നില്ല എന്നാരേ. ഞാൻ വരാലടിക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്തു കേട്ടോ. അതായത് അവർക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ നല്ല വീഡിയോ ഇടാത്തതുകൊണ്ടാണ് അവർ അത് ഇതിൻ്റെ ഇടയിൽ കണ്ടാ കുമ്പള വരണണ്ടാ. അത് നീ താമര വലിച്ചു പൊളിച്ചാണോ? അതാ. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ആരും ഉണ്ട്. ഞാൻ കുറേ നാൾ ഫിഷിംഗ് ഫ്രീക്സ് ഇത് എവിടെ അറിഞ്ഞോടാ അടിക്കണ്ടാ. ഫിഷിംഗ് ഫ്രീക്സ് ആണ് കൂടുതൽ ഞാൻ കാണാറ്. അത് അവിടെ മറഞ്ഞു. അതവനാ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ അടിച്ച് കണ്ട നീ? ഇവിടെ പറഞ്ഞ അടിച്ചു. ചെറുതാന്നുകൊണ്ട് ഇവനെ കൊണ്ട് അവിടെ ബ്രാല് വലിയ ബ്രാലടിച്ച് വേക്കില്ല മറിയണല്ലോ കൂടുതലേ. അത് എന്നിട്ട് പാമ്പാണോ പോണത്? പാമ്പ് പോണ്ടിട്ടാ. ഓ ഇതാ അവിടെ പോണ്ട് ഇതാ അവിടെ പോണത്. നിക്ക് വെയിറ്റ് ഞാൻ പൊന്തു പോ. ആ അടി കൂടെ വരണത്. വരില്ല പൂവ്. എൻ്റെ ഫ്രോഗിൻ്റെ പിന്നാലെ വരണ്ടേ ഇനിയിപ്പോൾ. അങ്ങോട്ട് എറിയണ്ടാ പോ. അങ്ങോട്ട് എറിയണ്ട. അവൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് തല മാത്രം ഇങ്ങനെ ആക്കിയിട്ടാണ് പോണത് അവൻ. മറ്റേ വെള്ളത്തിലുള്ള പാമ്പാവുള്ളൂ. ഇപ്പം എന്ത് ചെയ്യും നമ്മള്? ലോക്കായില്ല നമ്മള്. വെയിറ്റ് അവൻ തല എങ്ങനെ കാണാൻ പറ്റും? ആ ഭാഗത്താണ്. ഞാൻ ഇപ്പൊ ഫ്രോഗ് എറിഞ്ഞില്ല. ആ ഭാഗത്താണ്. ആ നീ ഇവിടെ എവിടെ? അതല്ല അല്ലേ? ആണോ? എടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ? ഓടി പോവല്ലേട്ടാ. ഓ ഒമ്പാ ഞാൻ എറിഞ്ഞു. എന്തായാലും ഇനി നോക്കണമൊന്നുമില്ല. അടിക്കുകയാണെങ്കിൽ അവനെ വലിച്ച് കയറ്റും കൂടി തന്നെ. പൂശമുഖവനെ പിന്നാലെ വന്ന് ഇവിടെ മെക്കട്ടേക്ക് വരാണ്ടിരുന്നാ മതി. ഞാൻ കണ്ടു അത്. പക്ഷെ ഇവിടെ ഭയങ്കര ചെളിയടാ. കണ്ട ഇത് കണ്ട? ഇതിലാണ് അടിക്കേണ്ടത്. പക്ഷെ എന്താ അടിക്കാത്താവോ? ആ അപ്പം അവൻ ക്രോസ് എറിഞ്ഞു. നിൽക്കട്ടെ ഞാൻ എടുക്കട്ടെ. ക്രോസ് എറിഞ്ഞാൽ കുഴപ്പമില്ല. കറക്റ്റ് നോക്കിയെടുത്തിട്ടില്ലെങ്കിൽ അങ്ങോട്ട് ഇടും. ആകെ ഹുക്കാൻ വേണ്ടിയിരുന്നാൽ മതി. അയ്യോ പണിയായി. ആഹാ പണി കിട്ടി. ഓ പൊട്ടിപ്പോന്നു. ടഫ് ജോബ്. ഞാൻ ഇറങ്ങും.
അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഫ്രോഗ് പോയി കഴിഞ്ഞാൽ പിന്നെ അതാ ഗംഭീര കാറ്റ്. ഈ കാറ്റ് കയറണ്ട നമുക്ക് മീൻ കിട്ടാത്തന്ന്. എല്ലാ ദിവസവും ഓരോ കാരനുണ്ടാവും മീൻ കിട്ടാത്തത്. ഇന്ന് കാറ്റ് കാരനാ. അതെ, ഞാൻ ദേ ചാലിലൊരെണ്ണം അടിച്ചോട്ടെ. ആ അതാ വരുന്നീ തവള. ഏയ് അവൻ ആ വഴി പോയി, പേടിച്ചു എൻ്റെ ഫ്രോഗിനെ കണ്ടിട്ട്. കൊള്ളാടാ കൊള്ളാടാ, നമുക്കിട്ടെന്നെ വെക്കി. മഴക്കാര് വരട്ടെ, അല്ലാണ്ട് ഇപ്പോ എവിടെ എന്ത് പണി. ഇവിടെ നിന്നൊരു വരാല് കിട്ടിയാൽ മതി. ആടാ ആ നീയാണല്ലേ. ഇവന്മാര് വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ. ഞാൻ വരാല് അങ്ങനെ വരാല് പൊളയനെ കണ്ടു കഴിഞ്ഞാണല്ലോ അതിന്റെ സൈഡിലേക്ക് അതിന്റെ സൈഡിലേക്ക് എറിഞ്ഞു കൊടുത്താൽ മതി. അവൻ പറക്കണ പോലെ വന്ന് അടിക്കും. ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. ഒരെണ്ണം അടിച്ചൂല്ലേ എനിക്ക് ചെറുത്. ഓ പേരിന് പറയാ ഒരെണ്ണം കിട്ടി, സമാധാനം. എല്ലാവർക്കും കേക്കാട്ടെ നമ്മള് പറയണ, അപ്പൊ പതുക്കെ പറഞ്ഞാൽ മതി. അയ്യോ എൻ്റെ റോഡ് ഇപ്പം ഊരിയെ കണ്ടെത്തി പോയേനെ. ലൂസായി ഇത്. അല്ലത് എറിയുമ്പോഴേ ലൂസാവുക. എൻ്റെ ഫ്രോഗ് ഡബിൾ സെറ്റാ. അത് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങോട്ട് പോകുമ്പോ തട്ടി കളഞ്ഞാൽ മതി. ഇതവിടെ നിന്ന് അങ്ങോട്ട് ചാലിന്ന് കടക്കണ്ടേ നമുക്ക്, അപ്പൊ പൊക്കോളും. അല്ല ചാല് അപ്പുറത്തേക്ക് കടന്നിട്ടല്ലേ നമ്മള് പോവുക. ഇതിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പുല്ലല്ലേ. അതായത് ഇപ്പുറ സൈഡ് പുല്ലില്ല, നമ്മൾ വന്ന വരമ്പില്ലേ നമ്മൾ പുല്ലില്ല. അപ്പുറ സൈഡിലേക്ക് നോക്കി നോക്കിയേ, പുല്ല് നിൽക്കണ നോക്കിയേ, കിളി പോവും. സാധാ ചൂണ്ടയിൽ അടിക്കുമെന്ന് പറഞ്ഞൂടെ ഉണ്ണി. ഫോൺ എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ്, റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണേ.